BMS പെരുമ്പാവൂർ മേഖലാ സമ്മേളനം പെരുമ്പാവൂർ സമൂഹമഠം ഹാളിൽ വെച്ച് നടന്നു. പുതിയ ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു. സമൂഹമഠം ഹാളിൽ വെച്ച് നടന്ന BMS പെരുമ്പാവൂർ മേഖല പ്രതിനിധി സമ്മേളനം പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ചു. അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. JNPK മസ്തൂർ ഗീതം ആലപിച്ചു. എല്ലാവരും ഏറ്റുചൊല്ലി. പെരുമ്പാവൂർ മേഖല പ്രസിഡന്റ് SG ബാബുകുമാർ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീമാൻ അജിത് ചേട്ടൻ. ഭാരതീയ മസ്തൂർ സംഘത്തിനെ സംബന്ധിച്ചോളം ഈ വർഷത്തെ ആഘോഷ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പാതാര ബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആ വേർപാടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം 28 വർഷക്കാലം സ്വജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ത്യാഗിയായ ഒരു മനുഷ്യനാണ് ശ്രീ അജിത് ചേട്ടൻ. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ പാതാരങ്ങളെ നമസ്കരിക്കാതെ ഭാരതീയ മസ്തൂർ സംഘത്തിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും നമ്മുടെ കാര്യകർത്താക്കന്മാരെ വിളിച്ച് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും അദ്ദേഹം എഴുതി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിട പറയുന്ന സമയത്ത് പോലും ജീവിതത്തോട് രോഗവുമായി അങ്ങനെ മല്ലിട്ട് നടക്കുന്ന സമയത്ത് പോലും ആ സംഘടനയോടുള്ള മമതയിൽ അറ്റുപോകുന്ന സമയം വരെ അനുവർത്തിച്ച ഒരു ത്യാഗിയായ മനുഷ്യനാണ് ശ്രീ അജിത് ചേട്ടൻ. BMS ജില്ലാ സെക്രട്ടറി ധനീഷ് നേരിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. BMSന്റെ പ്രവർത്തനം ആരംഭിച്ച സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരുന്നത് കളമശ്ശേരി എടയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ മക്കപ്പുഴ വാസുദേവൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരു ആസിഡ് കമ്പനി ആരംഭിച്ച സമയത്ത് 1981 അവിടെ അവകാശം പറഞ്ഞുകൊണ്ട് RSS പ്രവർത്തകർ കടന്നിരുന്നു. BMSന്റെ നേതൃത്വത്തിൽ അവർ തൊഴിലാവശ്യം. പക്ഷെ അന്നത്തെ CIQ നേതൃത്വവും INUC ഒന്നും നമ്മളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. വലിയ സംഘർഷം നടന്നു. ആ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണം രാജഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകൻ കൊലക്കത്തിക്കിരയായി. CIQ പ്രവർത്തകൻ 1984 അമ്പലമുകളിൽ ഇതുപോലെ കോൺട്രാക്ട് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പിണർമുണ്ട വേലായുധന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം. ആ സമരത്തിൽ നമുക്ക് വലിയ രീതിയിൽ ആക്രമണം ഏറ്റുവാങ്ങിയിരുന്നു. മൃഗീയമായി ആക്രമണത്തിനിരയായ ആളുകൾ ആശുപത്രിയിൽ പ്രവേശിച്ചു. 4ാമത്തെ ദിവസം CA ഉണ്ണികൃഷ്ണൻ മരണത്തിന് കീഴടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടത്തിലൊക്കെ BMS എന്ന് പറയുന്ന പേര് കേട്ടാൽ പോലും ആക്രമിച്ചേക്കാം എന്നൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് 1970 പെരുമ്പാവൂരിന്റെ മണ്ണിൽ ചങ്കുറപ്പ് കൊണ്ട് മാത്രം ഒരു ആദർശത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം തുടങ്ങിയ യൂണിയൻ. അതിന് വലിയ പ്രാധാന്യം. അങ്ങനെ ആരംഭിച്ചൊരു സ്ഥലമാണ്
പെരുമ്പാവൂർ. അപ്പൊ പെരുമ്പാവൂരിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു വലിയ ഭൂതകാലത്തിന്റെ ഒരു വലിയ ചരിത്രത്തിനുടമകളാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. BMS ഇന്ന് രാജ്യത്തെ വലിയ തൊഴിലാളി സംഘടന, വണ്ണത്തിലും യൂണിയനുകളിലും ഒക്കെ രാജ്യത്ത് കണക്കെടുപ്പിലൊക്കെ BMSന്റെ അംഗസംഖ്യ കോടിക്കണക്കിന് അംഗങ്ങളാണ് BMSനുള്ളത്. 72 വർഷക്കാലം ഈ രാജ്യത്ത് നമ്മൾ പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തനം എത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം യൂണിയനുകളാണ് BMSന്റെ ഇതിൽ അഫിലിയേഷൻ എടുത്തിട്ടുള്ളത്. അതിൽ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ, കോടിക്കണക്കിന് മെമ്പർമാർ. ആകാശത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ആകാശത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ ജോലി ചെയ്യുന്നത്. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ യൂണിയൻ BMSന്റേതാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് നമ്മൾ അവർക്ക് വേണ്ടി പണിമുടക്ക് സമരം ഉൾപ്പെടുന്നത്. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആകാശത്തിലാണ്. ആകാശത്തിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ജോലി ചെയ്യുന്ന, പാതാളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. ഭൂമിക്കടിയിലേക്ക് 3-4 കിലോമീറ്റർ താഴേക്ക് പോയി കൽക്കരി ഉൾപ്പെടെ ഖനനം ചെയ്യുന്ന തൊഴിലാളി മേഖലയുണ്ട്. കോൾ സെക്ടറിൽ അവിടുത്തെ ഏറ്റവും വലിയ യൂണിയൻ നമ്മുടേതാണ്. അപ്പൊ BMS കഴിഞ്ഞ 70 വർഷക്കാലം 72 വർഷക്കാലം കൊണ്ട് രാജ്യത്ത് എല്ലാ മേഖലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറവൂര് എന്റെ പഴയ നിയോജകമണ്ഡലം പറവൂരാണ്. VD സതീശൻ ഈ സംസ്ഥാനത്ത് വലിയ വിപ്ലവകരമായ വികസനം കൊണ്ടുവരുമെന്ന് പറവൂരുകാരോട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യും. കാരണം 25 വർഷക്കാലം പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആണ് VD സതീശൻ. 25 വർഷക്കാലം ഒരു നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് അവിടെ സിംഗപ്പൂര് പോലെ വികസനം കൊണ്ടുവന്ന ആളാണോ VD സതീശൻ? 100 വർഷം മുമ്പ് പറവൂർ പട്ടണത്തിൽ വന്നുപോയ ഒരാൾ ഇന്ന് തിരിച്ചു വന്ന് പറവൂർ പട്ടണത്തിൽ വന്നാൽ ഇന്നും അയാൾക്ക് വഴി തെറ്റില്ല. അതുപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ പറവൂരിൽ പോയി നോക്ക്, ആ കുപ്പിക്കഴുത്ത് പോലുള്ള റോഡുകൾ. ഈ VD സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയായപ്പോഴാണല്ലോ പൈലറ്റ് ഉള്ളത്. അതിനു മുമ്പ് പുള്ളി MLA ആയിരിക്കുമ്പോഴും ആ ചേർന്നമല ജംഗ്ഷനിൽ വന്ന് ബ്ലോക്കിൽ കിടക്കും 10-15 മിനിറ്റ് ഒരു കുഴപ്പമില്ല. ഒരു റോഡ് വികസനവും നടന്നിട്ടില്ല. അവിടുത്തെ ടൗൺ ഹാള് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, കേറാൻ പറ്റില്ല നമുക്ക്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള താലൂക്കുകളിൽ ഒന്നാണ് പറവൂർ. വൈപ്പിൻ കഴിഞ്ഞാൽ പറവൂരാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രി പറവൂർ താലൂക്ക് ആശുപത്രിയാണ്. ഞാൻ ഈ ബജറ്റിന്റെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് എഴുതി കാണിച്ചു, താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തു, സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ഞാനൊക്കെ എന്തെങ്കിലും രോഗം വന്നാൽ പോകുന്ന സ്ഥലമാണ് പറവൂർ ആശുപത്രി. രക്ഷപ്പെട്ടു. പക്ഷേ പേരൊന്നും മാറിപ്പോയി. മലപ്പുറത്തെ ആശുപത്രി. മലപ്പുറത്തെ ആശുപത്രിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തിയത്. എന്തിനു വേണ്ടിയിട്ടാ? അത് ഉപകാരസ്മരണയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് കൊണ്ട് തനിക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ ഈ മുസ്ലിം ലീഗിനെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരുമായി ചേർന്ന് ഭരണം കിട്ടിയതിന് ഉപകാരസ്മരണയാണ് മലപ്പുറത്ത്. അല്ലെങ്കിൽ 25 വർഷക്കാലമായി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നും OP ടിക്കറ്റ് എടുക്കാൻ നിന്ന കാറ്റ് വന്നാൽ തലയിലോട് വീഴും. പോണം, ഞാൻ പോകുന്ന ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള വികസനമാണ് VD സതീശൻ പറവൂരിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് ഒരു വ്യവസായ ജില്ലയാണ് എറണാകുളം. 25 വർഷമായിട്ട് പറവൂരിനെ പ്രതികരിക്കും. 1000 പേർക്ക് ജോലി കൊടുത്ത സ്ഥാപനമൊന്നും കൊണ്ട് കൊണ്ടുവരണ്ട. ഏക്കറക്കണക്കിന് സ്ഥലം വെറുതെ കിടക്കുന്ന പുത്തമ്പേരിക്കൽ, വടക്കേക്കര പോലുള്ള പഞ്ചായത്തുകൾ അവിടെയുണ്ട്. 100 പേർക്ക് വേണ്ട, 50 പേർക്ക് ജോലി കൊടുത്ത അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം പറവൂരിന്റെ മണ്ണിൽ 25 വർഷം കൊണ്ട് VD സതീശൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി അവസാനിപ്പിക്കാം.
ഡാനിൽ VS വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശൈല മോഹനൻ ആശംസകൾ നേർന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP പ്രദീപ് കുമാർ ജില്ലാ ഭാരവാഹി പ്രഖ്യാപനം നടത്തി. BMS പെരുമ്പാവൂർ മേഖല പ്രസിഡന്റായി SG ബാബുകുമാറിനെയും BMS പെരുമ്പാവൂർ മേഖല സെക്രട്ടറിയായി അനീഷ് കുമാർ KAയും തിരഞ്ഞെടുത്തു. ശ്രീജിത്ത് MC നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.